പോട്ടെ. അപ്പോൾ യാത്രയ്ക്ക് പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുവാണ്. ഇത് നമ്മുടെ മീഷോയിലെ പ്രോഡക്റ്റ് ആണ്. കുറച്ച് നാളായി മുമ്പ് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഒരു ടോപ്പ്, പാൻറ്, ദുപ്പട്ട സെറ്റ്. നല്ല സോഫ്റ്റ് ആണ്, നമുക്കിടാൻ നല്ല സുഖമാണ് ഇത്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ കാണാനായിട്ടാണ് പോകുന്നത്. പണ്ട് ഞാൻ മിക്കവാറും പൊയ്ക്കൊണ്ടിരുന്നൊരു ഒരു സ്ഥലത്താണ്. പക്ഷെ ഇപ്പോൾ ഒത്തിരി നാളുകളാണ് ഞാൻ പോയിട്ട് അങ്ങോട്ട്. നമ്മുടെ സമയപരിമിതി മൂലം നമുക്ക് അങ്ങോട്ടുള്ള യാത്രകളൊന്നും നടക്കുന്നേ ഇല്ല. പണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഞാൻ പോവുകയാണ് അങ്ങോട്ട്. നമ്മളെ വേണ്ടപ്പെട്ടവരെ കാണാൻ സമയം നമ്മൾ കണ്ടെത്തണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ സമയം കണ്ടെത്തി പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണിനെ രാവിലെ അംഗനവാടി വിട്ടു, ഷുട്ടനെ രാവിലെ സ്കൂളിൽ പറഞ്ഞു വിട്ടു, അച്ചാച്ചൻ ജോലിക്ക് പോയി. അപ്പോൾ ഇനി നമുക്ക് പോകാം. അപ്പോൾ പതിവ് പോലെ എൻ്റെ വാലായിട്ട് ജിഷിയുണ്ട്. അവളോട് ഞാനിവിടെ ഒരുങ്ങാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒരുങ്ങിയത്. അപ്പോൾ ഇപ്പോൾ അവൾ ഓൾറെഡി റെഡിയായി കാണും. ഡ്രസ്സ് മാത്രം മാറിയാൽ മതി, ഞാൻ കുളിച്ച് സെറ്റായിട്ട് നിൽക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. പോകുന്ന വഴിയിൽ പ്രത്യേകിച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ തിരിച്ചു വരുമ്പം സമയമുണ്ടെങ്കിൽ ഒരു സ്ഥലം കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യമുള്ള ഒരാളുടെ അടുത്ത് പുള്ളിയെ കാണാൻ പോവാം. അപ്പം നമുക്കിവിടുന്ന് നേരെ അവളുടെ അടുത്തോട്ട് പോകാവേ. അവൾ ഒരുങ്ങി സെറ്റായി കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവളുടെ കാര്യം ഇതുവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പോകുന്ന വഴി നമ്മുടെ ലക്ഷ്യയിൽ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് ഓരോന്നോരോന്ന് ഞാൻ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതും കൂടെ കൊടുക്കാനായിട്ടുണ്ട്. പോകുമ്പോൾ അതും കൊടുക്കാം. അപ്പം എൻ്റെ ആളെയും കാണാം. പറയാവേ. അപ്പം ഞാൻ ജിഷയുടെ വീട് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവള് ഒരുങ്ങിയോ ഇല്ലയോ എന്നൊന്ന് നോക്കട്ടെ. സാധാരണഗതിയിൽ ഒരുങ്ങാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. നമുക്ക് ബെല്ലൊക്കെ അടിച്ചിട്ട് നോക്കാവേ. ഈ ഓട്ടം കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവൾ ഒരുങ്ങിയോ ഇല്ലയോ എന്നുള്ളത്. കണ്ട, ഒരുങ്ങിയിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ ഒരുങ്ങത്തില്ലെന്ന്. അപ്പൊ ഇനിയിപ്പോൾ അവളെ ഒരുക്കി കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇച്ചിരി സമയം അവിടെ നിന്ന്, ഞാൻ പറഞ്ഞത് നമ്മുടെ ലക്ഷ്യയുടെ ഒരു പ്രോഡക്റ്റ് കൊടുക്കാനുള്ളതുണ്ടായിരുന്നു. അല്ലാതെ എക്സ്ട്രാ ഒരെണ്ണം ഒരു ചേച്ചിക്ക് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വരുമ്പം അതും കൂടെ കൂട്ടി എടുത്തിട്ട് വാന്ന് പറഞ്ഞ കാരണം ആ വക സാധന സാമഗ്രികളെല്ലാം പെറുക്കി എടുത്തോണ്ട് നമ്മളിതാ പോകാൻ ഇറങ്ങുവാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് സസ്പെൻസാ, ഇപ്പം പറയത്തില്ല. ഓടിപ്പോയി വണ്ടി പോയി തുറന്നിട്ട് കാണിക്കുന്ന ഒരു സാധനം കണ്ട് അവിടെ നിന്ന് പൊക്കി സൂക്ഷിച്ച് നോക്കിയാൽ മതി, കാണാവേ. എന്തുവാണെന്നറിയാവോ? ഇന്നലെ വാങ്ങിച്ചിട്ട പാലാത്. ഞാൻ പറയുമായിരുന്നു അവിടെ വെച്ചേക്കടി, നമുക്ക് നാളെ തൈരാക്കാന്ന്. ഇന്നലെ വാങ്ങിച്ച വണ്ടിക്കകത്തിട്ട പാല ഇതുവരെ എടുത്തതേ ഇല്ല. ഇന്നിപ്പോൾ ഹെൽമെറ്റിന്റെ വണ്ടി തുറന്നപ്പോഴാണ് പാൽ അവിടെ കിടക്കുന്നത് കണ്ട്. ഇപ്പൊ മനസ്സിലായോ ഞാൻ എവിടെയാ പോണെന്ന്? എനിക്കൊരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞതും എവിടെയാണെന്ന്? നമ്മുടെ കോട്ടയത്തുള്ള നാഗമ്പടം പള്ളിയിൽ. നമ്മുടെ ഇവിടെ കോട്ടയത്തുകാർക്ക് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ഈ നാഗമ്പടം പള്ളിയെക്കുറിച്ചും വിശുദ്ധ അന്തോനിസ് പുണ്യാളച്ചനെ കുറിച്ചും കേട്ടോ. ഞാൻ അങ്ങനെ ഇങ്ങനെ എല്ലാ പള്ളികളിലും പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് മെനക്കെടുന്ന ഒരാളെ അല്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു ഒരു ഒരു പ്രത്യേക വൈബ് തോന്നത്തില്ലേ? അതുപോലെ ഒരു ഇടമാണിത് കേട്ടോ. എൻ്റെ ഒരുപാട് പ്രയാസങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരുപാട് ഘട്ടങ്ങളിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടന്നെന്ന് പോലും എനിക്കറിയത്തില്ല പറയാനായിട്ട്. പക്ഷെ അത്രത്തോളം എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും പൊയ്ക്കൊണ്ടിരുന്നതാണ്. ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടുത്തെ മെയിനായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ എല്ലാവരും വരുന്നത്. ചൊവ്വാഴ്ച ദിവസം നമുക്ക് 7 അയലൊക്കെ തടുക്കാൻ പറ്റത്തില്ല, അത്രത്തോളം ആൾക്കാരായിരിക്കും. അപ്പോൾ അന്ന് എനിക്ക് വരാൻ പറ്റത്തില്ലാത്തത് കാരണം ഇന്ന് നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത്. ഇതാണ് അവിടുത്തെ പ്രാർത്ഥന വരുന്നത്. എല്ലാ ചൊവ്വാഴ്ചയുമാണ് നമ്മളിത് പ്രാർത്ഥന ചെല്ലുന്നത്. മുമ്പ് ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാറില്ല. എന്നാലും എൻ്റെ വിശ്വാസത്തിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളീനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് മാലയൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവാണ്.
ഓരോരുത്തരും നേർച്ച എടുക്കും. ഇത്ര മാല ഞാൻ വന്നിട്ടേക്കാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എനിക്കും മുമ്പുണ്ടായിരുന്നു. 9 ആഴ്ചയായിരുന്നു അതിന് മിക്കവാറും എല്ലാവരും എടുക്കുന്നത്. ഞാനും മുമ്പ് വന്ന് 9 ആഴ്ചയൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാധിച്ചിട്ട് ഞാന് വന്ന് മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങിയപ്പോ ദാ ഒരു കാമുകീനെ കാണാനായിട്ട് വരുന്ന കാമുകനെ കണ്ടോ? നല്ല സ്റ്റൈലായിട്ട് വരുന്ന കാമുകൻ. ഈ കാമുകന്റെ മുഖവും ഞാൻ ഇതിന്റെ ഇച്ചിരി അങ്ങോട്ട് കഴിയുമ്പോ കാണിച്ചു തരാവേ. വഴിയെന്ന് കിട്ടിയ കാമുകനായത് കേട്ടോ. ദാ ഈ പുഞ്ചിരി തൂകുന്ന ഈ മുഖത്തിന്റെ ഉടമയാണ് നമ്മൾ നേരത്തെ കണ്ട ദാ ഈ കാമുകൻ, ഈ കള്ള ജോൺ ഹോനായി. കണ്ടാ? ഈ ജോൺ ഹോനായിനെ വഴിന്ന് വെച്ച് കണ്ടതാണേ. അപ്പൊ പുള്ളിക്ക് ഇവിടെ ആയിരുന്നു സൈറ്റ്. സൈറ്റിന്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ ഈ വഴി പാസ് ചെയ്ത് പോന്നു എന്ന് പറഞ്ഞപ്പം എന്നാ 2 നാരങ്ങ വെള്ളം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞത് കാരണം ഞങ്ങളിവിടെ വണ്ടി നിർത്തി ആശാനെ കാത്ത് നിന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് 2 നാരങ്ങാ വെള്ളമൊക്കെ വാങ്ങിച്ചു തന്നു. ഇന്ന് വേറെ ഫുഡടിയും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം സമയമില്ല. അത് കാരണം ഇന്നത്തെ യാത്ര ഈ നാരങ്ങാ വെള്ളത്തിലങ്ങ് ഒതുക്കി.